ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കൃഷി വകുപ്പിനെ സംബന്ധിച്ച് ഇതേ പ്രശ്നം ഉണ്ടായല്ലോ. പി പ്രസാദ് പങ്കെടുക്കാതെ മന്ത്രി മാറി നിന്നു. പക്ഷെ അന്ന് അതിനുശേഷം കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് ഒരു കാര്യം ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു. 24 തന്നെ അത് ആദ്യം പുറത്തുവിട്ടതാണ്. അതായത് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ, അതായത് ഭാരതാംബ ചിത്രം പോലെയുള്ള ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ചടങ്ങുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് കാര്യത്തിൽ ഒരു പൊതു നിർദ്ദേശം മുന്നോട്ട് വെക്കണമെന്നും ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നിലപാട് അദ്ദേഹത്തെ അറിയിക്കണമെന്നും, അങ്ങനെ പൊതുഭരണ വകുപ്പും നിയമവകുപ്പും കൂടെ ചേർന്ന് ഒരു പൊതുനിർദ്ദേശം പുറത്തിറക്കണം എന്നുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഈ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുന്നോട്ട് വെച്ചിരുന്നു. ആ കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ടോ? അത്തരമൊരു ഉപദേശം അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം രാജ്ഭവനെ അറിയിക്കാൻ ആലോചിക്കുന്നുണ്ടോ? എനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം വിവരം ഇല്ല കേട്ടോ. എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള വിവരം കിട്ടിയിട്ടില്ല. ഞാൻ തോന്നുന്നു ഇപ്പോൾ നേരിട്ടുള്ള ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ ഒരു തീരുമാനം നല്ലതായിരിക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ മിനിസ്റ്റർ? ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതായത് നയപരമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ചീഫ് സെക്രട്ടറിയും പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലല്ലോ. അത് ഗവൺമെന്റ് ആണല്ലോ. അത് ഗവൺമെന്റ് കേട്ടിട്ട് ഗവൺമെന്റ് തീരുമാനിക്കും. ഈ നമുക്കറിയാലോ, ഇപ്പൊ ഒരു പ്രത്യേക രാഷ്ട്രീയ വിവാദം അല്ല, ഈ പോളിംഗ് ഒക്കെ നടക്കുമ്പോഴും CPM RSS ബന്ധം എന്ന ഒരു ആരോപണം പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ഉയർത്തുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പ്, അതായത് ഈ വിവാദമൊക്കെ വന്ന ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഭാരതാംബയുടെ ചിത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ച കാര്യത്തിൽ ഞങ്ങൾ എതിർപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സർക്കാരും പാർട്ടിയും ഒക്കെ മിണ്ടാതിരിക്കുകയായിരുന്നു. CPM-നെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഈ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് ഇന്ന് മന്ത്രി ഈ രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഇറങ്ങിപ്പോരുന്നത്. അതൊരു രാഷ്ട്രീയ സന്ദേശമല്ലേ? KPCCയുടെ മുൻ പ്രസിഡന്റ് സുധാകരടക്കം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മുമ്പ് RSS ആയിരുന്നു, RSSനെ സഹായിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന്. കോൺഗ്രസിൻ്റെ പകുതിയോളം വരുന്ന ആൾക്കാർ രാത്രി മുഴുവൻ RSSും പകൽ മുഴുവൻ കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം RSSനോട് CPM എടുക്കുന്ന നിലപാട്. അതിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വിശദമായി അരമണിക്കൂർ നേരം നന്നായി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ കൂടുതലൊന്നും പറയാനില്ല ആ കാര്യങ്ങളെ സംബന്ധിച്ചോളം. മിനിസ്റ്റർ, ഈ കഴിഞ്ഞ തവണ കൃഷി വകുപ്പ് മന്ത്രിക്ക് ഇറങ്ങിപ്പോരേണ്ടി വരുന്ന സമയത്ത്, അല്ല അദ്ദേഹം പങ്കെടുക്കാതിരുന്ന സമയത്ത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തെ അറിയിച്ചു, കാരണം ഇങ്ങനെ ഒരു ചിത്രം അവിടെ വച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന്. ഇപ്പോൾ താങ്കൾ ഈ ഒരു വിവാദം കൂടി നിൽക്കുന്ന സമയത്ത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുൻപ് താങ്കൾ അന്വേഷിച്ചിരുന്നോ ഭാരതാംബ ചിത്രം ഈ ചടങ്ങിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന്? അല്ലെങ്കിൽ താങ്കളുടെ ഉദ്യോഗസ്ഥർ താങ്കളെ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നോ? അല്ല, എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. രാജ്ഭവനിൽ ഗവർണർ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ആരെയൊക്കെ ചിത്രമാണ് നിങ്ങൾ അവിടെ വച്ചേക്കുന്നത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വയ്ക്കാൻ വേണ്ടി പാടില്ലല്ലോ. നാളെ ഇവിടെ കേരളത്തിലുള്ള ഹിന്ദു ദൈവങ്ങളുടെ മുഴുവൻ പടം, അല്ലെങ്കിൽ RSS ഇഷ്ടപ്പെടുന്നവരുടെ മുഴുവൻ പടം, അങ്ങനെ അത് വയ്ക്കോ ഇല്ലയോ എന്നുള്ളത് നോക്കി പോകേണ്ട ആൾക്കാരൊന്നുമല്ലല്ലോ മന്ത്രിമാർ. അതവിടെ വയ്ക്കാൻ വേണ്ടി പാടില്ല എന്ന് തന്നെയാണ്. അവിടെ ചെന്നുമ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടുണ്ടായി, അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി തിരിച്ചു പോകുന്നു, അത്ര തന്നെ. അപ്പോൾ മിനിസ്റ്റർ, പിന്നെ ഈ കാര്യത്തിൽ ഗവർണർ ഇതേ നിലപാടുകൾ തുടരുന്നു എന്ന് പറയുമ്പോൾ ഗവർണർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇവിടെ ഇറക്കുന്നു എന്നാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എത്ര നാളായിട്ട് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത സംസ്ഥാനമല്ലേ കേരളം. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. എന്നാലും സ്വാഭാവികമായിട്ടും മിനിസ്റ്റർ, രാജ്ഭവനിൽ നിന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും സർക്കാരിന് ഒരു തലവേദനയാണല്ലോ. കാരണം ഭാവിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് സർക്കാരും. ഞാൻ പറഞ്ഞത് ഭരണപരമായ കാര്യങ്ങളിൽ ഒരുമിച്ച് പോകേണ്ടതാണ് രാജ്ഭവനും സർക്കാരും ഒക്കെ. മാത്രമല്ല, ഈ ഗവർണർ തന്നെ പറഞ്ഞു ഈ സർക്കാരിനെ സഹായിക്കുകയാണ് എൻ്റെ ദൗത്യമെന്ന്. പക്ഷെ അദ്ദേഹം അതിന് യോജിച്ച രീതിയിലാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? അദ്ദേഹം ഒന്നുകൂടെ ചിന്തിക്കട്ടെ, അദ്ദേഹം ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കട്ടെ. ഈ സംഭവം കഴിഞ്ഞ ശേഷം മിനിസ്റ്റർക്ക് എന്താണ് തോന്നിയത്? അതായത് ഇത്രയൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി താങ്കൾക്ക് എന്താണ് തോന്നിയത്? ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല, ഗവർണർ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞപ്പോഴെല്ലാം നമ്മൾ ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞു. അതെ, അല്ല, ഗവർണർ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് കേട്ടപ്പോഴും അദ്ദേഹം മനഃപൂർവ്വം പിന്നെ രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി.